ഇത്തവണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് അൺബോക്സിങ് കേട്ടോ. അതുമാത്രമല്ല ഇതെല്ലാം എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് ജെന്നാക്ലേ ആണ് കേട്ടോ. ഞാൻ ഇതിനു മുന്നേയും ജെന്നാക്ലേ വാങ്ങിയിട്ട് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് വെച്ചൊരു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ മുന്നേയുള്ള സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തവണ ഞാൻ 2 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. ഒന്ന് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എയർ ഡ്രൈ ക്ലേ ആണ്, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എയർ ഡ്രൈ ക്ലേ. രണ്ടാമത്തത് കോൾഡ് പ്രൊക്ലൈൻ ക്ലേ ആണ്. ആക്ച്വലി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും എനിക്കറിയത്തില്ല, ചെയ്തു നോക്കണം. പിന്നെ രണ്ടാമത് എനിക്കെന്നെ ഒരു കസിൻ ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് മോൾഡാണ് കേട്ടോ. കുഞ്ഞ് മിനി ഫ്രെയിം മോൾഡ്സാണ്. ഇത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ടോ ഇത് അൺബോക്സിങ് ചെയ്യുന്നത്. എന്ത് രസമല്ലേ കാണാൻ. എന്തായാലും ഇത് വെച്ച് ഒരു അടിപൊളി വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ മിനി ഫ്രെയിംസ് ഉണ്ട്. എല്ലാം ഒന്നിനൊന്ന് ക്യൂട്ടായിട്ടുള്ള ഡിസൈനായിട്ടാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഫ്രെയിം ചെയ്തിട്ടുള്ള വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെച്ചുണ്ടാക്കുന്ന ഫ്രെയിം എങ്ങനെ ഉണ്ട്, എത്രത്തോളം ക്യൂട്ടാണെന്നൊക്കെ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് എങ്ങാൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മോൾഡൊക്കെ യൂസ് ചെയ്തിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ മിനി ആയിട്ടുള്ള ഫ്രെയിമിൻ്റെ ഉള്ളിൽ എൻ്റെ മിനി പെയിൻറ്റിങ് വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ വാളിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്നത്, വാവ്, സൂപ്പറായിരിക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം ആക്രിലിക് ബ്രഷ് മാർക്കറാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നൊരു സാധനമാണ്. അവസാനം എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതും ട്രൈ ചെയ്യാൻ ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് ആക്ച്വലി. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആക്രിലിക് മാർക്കർ യൂസ് ചെയ്തിട്ട് പല പെയിൻറ്റിങ്സ് ചെയ്യുന്നത്. അതായത് ചെറിയ സ്റ്റോണിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത്, ഗ്ലാസ്സിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് അത് വാങ്ങിക്കണം, അതുപോലെ സ്റ്റോണിലൊക്കെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇത്. സോ എനിക്ക് ഗിഫ്റ്റായി കിട്ടിയപ്പോൾ പിന്നെ ഹാപ്പി അല്ലാണ്ടിരിക്കുമോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടും ഇനി വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ കളർ കേക്ക്സ് ആണ് കേട്ടോ. അത് നോർമലായിട്ടുള്ള വാട്ടർ കളർ കേക്ക്സ് അല്ല, നല്ല ഗ്ലോസി വാട്ടർ കളർ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതും ട്രൈ ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും വരും കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുള്ള ബ്ലാക്ക് ബുക്ക് ഉണ്ടല്ലോ, അതിൽ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണോ നോക്കട്ടെ കേട്ടോ. അങ്ങനെ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, കാണാൻ നല്ല ഭംഗിയല്ലേ, ഒരുപാട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. പക്ഷേ ഇതൊക്കെ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ട്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ഞാനിടും കേട്ടോ. ഇനി അടുത്ത ഐറ്റം സാധാരണ പെന്നാണ് കേട്ടോ. സാധാരണ പെന്നൊന്നല്ല, നമ്മൾ ആർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന മാർക്കർ പെന്ന് പോലുള്ള ഡിഫറെൻറ്റ് പോയിൻ്റ് വെച്ചിട്ടുള്ള പെന്നാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് പറയുന്നത്, എനിക്കറിയത്തില്ല. ബിക്കോസ് നമ്മളെല്ലാം എക്സ്പെരിമെൻ്റ് ആണല്ലോ, ഓരോ സാധനങ്ങൾ വാങ്ങുക, അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല. സാധാരണ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ സ്കെച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു തരം പെന്നാണ്. അപ്പോൾ നമുക്കതും വെച്ചിട്ടും ട്രൈ ചെയ്യാം. അടുത്തത് ഒരു സർപ്രൈസാണ് കേട്ടോ. എനിക്കാണ് കേട്ടോ സർപ്രൈസ്. ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഗിഫ്റ്റ് തന്ന ഐറ്റംസാണ് കേട്ടോ. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ലേ, നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് അയച്ചു തരിക. അപ്പോൾ കുറേ ബ്രഷസാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ആർട്ടിസ്റ്റിന്. കാരണം എൻ്റെയൊക്കെ ബ്രഷാണെങ്കിൽ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞ് ഞാനത് കഴുകാനൊക്കെ മറന്ന് അത് എത്രയും വേഗം അത് നശിപ്പിച്ച് കളയാന്നുള്ളത് എൻ്റെ ഒരു മെയിൻ കാര്യമാണ് കേട്ടോ. സോ ബ്രഷ് ഈസ് എനിക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ കുറേ ബ്രഷസും പിന്നെ കുറേ ക്യാൻവാസസാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ. ക്യാൻവാസൊക്കെ നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പോൾ ഇത് ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ എത്രത്തോളം സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ക്യാൻവാസൊക്കെ വെച്ചിട്ട് കുറേ മിനി പെയിൻറ്റിങ്സൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് കണ്ടൻറ്റിനൊരു ക്ഷാമേ ഇല്ല. കാരണം നമ്മുടെ ഈ അൺബോക്സിങ് ചെയ്ത പ്രൊഡക്റ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക.